പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് നമസ്കാരം. ഓഹരി വഴി എങ്ങനെ ധനവാനാകാം അല്ലെങ്കിൽ ധനം സമ്പാദിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ IPO വരുന്നതിലൂടെ എങ്ങനെ ലാഭം കൊയ്യാം എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഹുണ്ടായ് ഇന്ത്യ, കൊറിയൻ കമ്പനിയായ ഹുണ്ടായാണ് പേരൻ്റ് കമ്പനി. അതിൻ്റെ കമ്പനി ഓഹരി ബോർഡിൻ്റെ സെബിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗിയും 11,000 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് IPO ആയിട്ട് നവംബർ ആദ്യവാരത്തിലൊക്കെ രംഗത്തുണ്ടാകും. അത് ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മളുടെ ഹുണ്ടായ് ഇന്ത്യയുടെ ഗ്രൂപ്പ്. അത് പേരൻ്റ് കമ്പനിയായ ഹുണ്ടായുടെ നമ്മുടെ ഓഹരി ഇപ്പോഴേ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രിഫറൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാങ്ങി വയ്ക്കുക. 25,000 കോടി രൂപ സമാഹരിക്കുകയാണ് അവയുടെ ലക്ഷ്യം. ഇതുവരെ മാരുതിയുടെ IPO വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്ര ശക്തമായ ഒരു വിപണിയിലേക്ക് ഒരു കാർ കമ്പനി അല്ലെങ്കിൽ ഒരു വാഹന കമ്പനിയും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. 10 രൂപ മുകളിലാണ് ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പ്രീമിയം തുകയൊന്നും ഫിക്സ് ചെയ്തതായിട്ട് അറിയത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ അത് പങ്കുവയ്ക്കുന്നതാണ്. 14.2 കോടി രൂപയുടെ ഓഫർ സെയിലൂടെയും ഓഹരി വയ്ക്കും. കൂടുതൽ ബാക്കിയുള്ളത് വിവരങ്ങൾ നമ്മൾ അറിയുന്നതിലേക്ക് പങ്കുവയ്ക്കുന്നതാണ്. പിന്നെ കമ്പനിയുടെ സെയിലൂടെ ഓഹരി വിൽക്കും. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. സ്വിഗ്ഗിയുടെ IPO വളർച്ചയിലേക്ക് കുതിക്കുന്ന ഭക്ഷണ വിതരണ കമ്പനിയാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സൊമാറ്റോയ്ക്ക് ഭീഷണിയാണോ എന്ന് ആൾക്കാർ ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം സൊമാറ്റോയ്ക്ക് പബ്ലിക് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ സ്വിഗ്ഗിയും ഇപ്പോൾ പബ്ലിക് ഇഷ്യൂവിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന പ്രൈവറ്റ് ഷെയറുകളാണ് ഇപ്പോൾ കൈവശം വെച്ച് വിറ്റുപോകുന്നത്. അങ്ങനെയാണ് ഒരു ഫണ്ട് സമാഹരിച്ചത്. 10,000 കോടി സമാഹരിക്കുകയാണ്. 11,000 കോടിയാണ് ഒരു ലക്ഷ്യം പറയുന്നത്. 100 ഓഹരികളുടെ ഒരു ലോട്ടായിട്ടാണ് ഇവ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. 3,750 കോടി പുതിയ ഓഹരി, 6,664 ഓവർ ഫോർ സെയിലിലും ആയിരിക്കും ലിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് കമ്പനി മാർക്കറ്റിൽ IPOയിൽ പങ്കെടുക്കുക. ഇപ്പം തന്നെ 30% വളർച്ച ഈ ഒരു 3-4 മാസം കൊണ്ട് കമ്പനിക്ക് വന്നിട്ടുണ്ട്. നഷ്ടം അവർ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. 350 രൂപ വിലയായിരുന്നു, ഇപ്പോൾ 490 രൂപ ഉയരുകയും ചെയ്തിട്ടുണ്ട്. 36% വളർച്ച വരുന്നു. 44% നഷ്ടം ഇവർ നിർത്തുകയും ചെയ്യും. അപേക്ഷിക്കുമ്പോൾ നമ്മൾ ആദ്യ ദിവസം തന്നെ അപേക്ഷിക്കുക. നമ്മൾ അപേക്ഷിക്കുമ്പോൾ ആ കോട്ട ഏത് കോട്ടയിലാണ് നമ്മൾ അപേക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്ക് ചെയ്യുന്ന നമ്മൾ മാറിപ്പോയാൽ അത് ക്യാൻസൽ ചെയ്യുന്ന അറിവ് കിട്ടിയിട്ട് വേണം പുതിയ കമ്പനിക്ക് ആയിട്ട് നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് നമ്മൾ കമ്പനിയെക്കുറിച്ച് ശരിക്കും പഠിച്ച് വേണം അപേക്ഷ കൊടുക്കാൻ. പേരൻ്റ് കമ്പനി ഉണ്ടെങ്കിൽ, ഇപ്പം സ്വിഗ്ഗിയെ സംബന്ധിച്ചിടത്തോളം പേരൻ്റ് കമ്പനി എന്ന് പറയാനില്ല, ബാക്കിയുള്ള പേരൻ്റ് കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ ആദ്യം തന്നെ വാങ്ങി വെക്കുക. കമ്പനി ബോർഡിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെബി അംഗീകരിച്ച് കഴിഞ്ഞാൽ ഉടനെ മാതൃ കമ്പനിയുടെ പേരൻ്റ് കമ്പനിയുടെ ഷെയർ വാങ്ങി വയ്ക്കുക. 4 വിധത്തിലുള്ള അപേക്ഷകരാണ് സാധാരണ ഒരു പബ്ലിക് ഇഷ്യൂവിന് പരിഗണിക്കപ്പെടുക. ഒന്നാമത്തെ വിഭാഗം, അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ഏജൻസീസ്, ബാങ്കുകൾ, അങ്ങനെയുള്ളവർ കൂടുതൽ തുകയ്ക്ക് വേണ്ടിയിട്ട് അവർ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ഒരു ഭാഗമുണ്ട്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കുറേ കൂടെ കോടിക്കണക്കിന് രൂപയൊക്കെ നിക്ഷേപിക്കാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. HNL എന്ന് പറയുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ തുകയൊക്കെ ഉള്ള ഷെയറിന് ഓഹരിക്ക് അപ്ലൈ ചെയ്യുന്നവർ ആ ഗ്രൂപ്പിലാണ്. പിന്നെ നമ്മൾ സാധാരണ 2 ലക്ഷത്തിൽ താഴെയുള്ളവരെയൊക്കെ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഗ്രൂപ്പിലാണ് നമ്മൾ പറയുക. അവർക്ക് അതിനെക്കുറിച്ച്, ആ കമ്പനിയുടെ ഷെയറിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ കുറവാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ചെന്ന് ചെറുകിട മേഖലയിലുള്ളവർ, അവർക്ക് കുറച്ച് തുകയ്ക്കുള്ള ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ സെബി നിർദ്ദേശിക്കുക. ബാക്കിയുള്ളവർക്ക് കൂടുതൽ കമ്പനിയെക്കുറിച്ച് അറിയാവുന്നവരും നഷ്ടം താങ്ങാൻ പറ്റുന്നവരും അവരെയൊക്കെയാണ് വിൽക്കാൻ നിർബന്ധിക്കുന്നത്. അങ്ങനെയാണ് ഓഹരി മൂലധന സമാഹരണം അനുവദിക്കാറുള്ളൂ. ഒരു ലോട്ട് എന്ന് പറയുന്നത് 15,000 കൂടുതൽ അധികമാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ലോട്ടോ 2 അങ്ങനെ അവർ പറയും 2 ലോട്ടിനെങ്കിലും അപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു വരും. അത് പ്രീമിയം ലെവലിലാണ് വരുന്നത്. അന്നേരം അവർ അത്
നമുക്ക് നേരത്തെ പറയും, നമ്മൾ നേരത്തെ ഉള്ളതിനൊക്കെ പ്രീമിയം ലെവൽ എന്താണ്, അലോട്ടിംഗ് പ്രൈസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബോണസ് വരുന്ന കമ്പനികളെക്കുറിച്ച് മോക്സ് ഓവേഴ്സ് ലിമിറ്റഡ് 188 രൂപയാണ്, 3:1 ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. പ്ലസ് ഇലക്ട്രോണിക്സ് 184 രൂപ, ബോണസ് 1:1 ആണ് വരുന്നതേ ഉള്ളൂ. രവി ഇന്ത്യ 157 രൂപ, 3:1 ആണ് വരുന്നതേ ഉള്ളൂ. NBCC 173 രൂപ, 1:1. 7 ഒക്ടോബറാണ് എൻ്റെ ടാർഗറ്റ് ഇട്ട് വയ്ക്കുന്നതിന്. കോൾ ഇന്ത്യ 513 വാങ്ങി 550, 600 ഒക്കെ ആകുമ്പോൾ വിൽക്കുക, അങ്ങനെ ലാഭം കൊയ്യാം. ഇത് ഒരു പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു നിർദ്ദേശമാണ്. നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ അറിവ് പങ്കുവെക്കുന്നതാണ്. ഇത് വാങ്ങാനുള്ള അങ്ങനെയുള്ള നടപടിക്കുള്ള ഒരു ശുപാർശ അല്ലിട്ട് കണക്കാക്കേണ്ടതില്ല. നിങ്ങളുടെ കമ്പനികളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അറിവ് നേടുക, ലാഭമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.